ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെയുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനൊരു കളറൊന്നും ചേർക്കാത്തൊരു കേക്ക് കാണിക്കുന്നുണ്ട്, അതേപോലെ കുറച്ച് റെസിപ്പിയൊക്കെ സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ നിസ്കാരവും മൂത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു 5:30 മണിയായപ്പോൾ അടുക്കളയൊക്കെ കയറിയതാട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ച് വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതിനുള്ള ആദ്യം കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും നേരത്തെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ മോള് ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ ഫുഡ് കൊണ്ടുപോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലഞ്ചൊക്കെ നേരത്തെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കറിയായിട്ട് വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് കറിവേപ്പില ഇല്ലയെന്ന് ഓർത്ത്. അപ്പോൾ നേരം വെളുത്തിട്ടില്ല, അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പില ചെടിക്കൊരു പ്രത്യേകത ഉണ്ട്, ഇത് മണ്ണിലല്ല മതിലിൻ്റെ അകത്ത് കൂടെ വന്ന് മുളച്ച് വന്നതാണ് കേട്ടോ. കുറേ വർഷമായിട്ട് ഈ ഒരു വലിപ്പത്തിലേ ഉള്ളൂ അത്. എന്നാലും എനിക്കൊരു അത്യാവശ്യത്തിന് ഓടി വന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനതങ്ങനെ നിർത്തി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കുറേ നാൾ മുമ്പ് എടുത്തതാണ്, ഒരു 10 ദിവസം മുമ്പൊക്കെ എടുത്തതാണ്. എനിക്ക് ജലദോഷവും പനിയൊക്കെ കാരണം കൊണ്ട് സൗണ്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് സൗണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് കറി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ടു, പിന്നെ സവാളയും കറിവേപ്പില ഇട്ടു, അതേപോലെ വെണ്ടക്ക മുറിച്ചത് ഇട്ടിട്ട് ഒന്ന് വാട്ടിയ ശേഷം അതിൽ പച്ചമുളകും 2 ചെറിയ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മീൻ കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്ന വെണ്ടക്ക കറിയാണിത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കുക. വളം പുളിയാണ്, ഒരുപാടൊന്നും ഒഴിക്കേണ്ട. മീൻ കറിയിൽ ഒഴിക്കണം അത്രയൊന്നും ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി ഇത് അടച്ച് വെക്കാം. അതിന് വെന്ത ശേഷം നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. തേങ്ങയിൽ കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 6 മണിക്കാണ് ഞാൻ ചോറ് വെക്കാം കേട്ടോ. കുക്കറിലാണ് വെക്കാറുള്ളത്, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ചോറിനുള്ള അരി ഇട്ട ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറി ഇവിടെ റെഡിയായി. ഇനി ഞാൻ ഫ്രൈ ആയിട്ട് വഴുതിനങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വഴുതിനങ്ങ വട്ടത്തിൽ മുറിച്ചിട്ട് നന്നായി കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒട്ടും പാടില്ല. അപ്പോൾ അതിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളി അരച്ചതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ വഴുതിനയിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം, മീനിനൊക്കെ മസാല തേക്കുന്ന പോലെ. എന്നിട്ട് തേച്ച് വെക്കരുത്, കുറേ സമയമൊന്നും വെക്കരുത്. നമ്മൾ ഈ മസാല ആക്കിയ ഉടനെ തന്നെ ഫ്രൈ ആക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മളിത് ഫ്രൈ ആക്കാൻ വെച്ചിട്ട് അപ്പുറം ഒന്നും പോകരുത് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഞാൻ ഉപ്പേരി വെക്കുന്നത് ചുരങ്ങയാണ്. അപ്പോൾ ചുരങ്ങ ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ചുരങ്ങ ഉപ്പേരി വെക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കൂടെ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും പിന്നെ നമ്മൾ ചുരങ്ങ മുറിച്ച് വെച്ചതും കൂടെ ചേർക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട, മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും വേണ്ട. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് വയ്ക്കുക കേട്ടോ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. സിമ്മാക്കി വെക്കരുത്, അപ്പോൾ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് ഏകദേശം വെന്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. വെള്ളം ചേർക്കാത്ത കട്ടി തേങ്ങാപ്പാൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ആ തേങ്ങാപ്പാൽ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ എത്രയേ ഉള്ളൂ ഉപ്പേരി. അപ്പോൾ ചോറ് അരി വിസിലൊക്കെ വന്നിട്ട് ഞാൻ അങ്ങനെ ഓഫാക്കി ഇട്ടേക്കായിരുന്നു. ഒരു 7 മണിയായപ്പോൾ അതെടുത്തിട്ട് വാറ്റി വെക്കാൻ പോകും കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ചോറ് വാറ്റി വെക്കുന്നത്. അപ്പോൾ ലഞ്ചിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറും കറിയും ഉപ്പേരി ഫ്രൈ ഒക്കെ ആയി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്, നോസ്റ്റാൾജിക് ആയിട്ടുള്ളത്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് സേവ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സേവ എല്ലാവർക്കും അറിയില്ല തോന്നുന്നു. പാലക്കാട്ടുകാർക്കൊക്കെ അറിയാം, അതേപോലെ തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ സേവയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഇൻസ്റ്റൻറ്റ് സേവ ഞാനന്ന് കോയമ്പത്തൂർ പോയ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കുറച്ച് എണ്ണയിൽ കടുകും ഉഴുന്ന് പരിപ്പായിട്ടിട്ടുള്ളത്, കടലപ്പരിപ്പ് വേണമെങ്കിൽ അത് ഇടാം. ഉഴുന്ന് പരിപ്പ്, ഉണക്കമുളകും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ.
ഇതാണ് താളിക്കാനിടുക. അതിൽ കുറച്ച് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇട്ട ശേഷം നമുക്ക് ഈ സേവ ചേർക്കുക. സേവ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് ഇടിയപ്പം അല്ല, ഇടിയപ്പം പോലെ ഇരിക്കും കാണാൻ. പക്ഷേ ഇത് പുഴുങ്ങലരി വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പുഴുങ്ങലരി കുതിർത്താട്ടിയിട്ട് ഇഡ്ഡലി പോലെ ഉണ്ടാക്കും. അതിന് ശേഷം ആ ഇഡ്ഡലീനെ എടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് ഈ സേവ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിൽ ആവശ്യത്തിൽ കുറച്ചൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് വെള്ളം ഒഴിച്ചു. അതേപോലെ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. പിന്നെ ഒരു ചെറുനാരങ്ങ നീരും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നൊസ്റ്റാൾജിക് എന്ന് പറയാൻ കാരണം എൻ്റെ ഉപ്പുള്ള ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും ഇത് വാങ്ങിക്കൊണ്ടിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നി കേട്ടോ, പൊട്ടിക്കടല ചേർത്തരച്ച തേങ്ങാ ചട്നിയാണ് നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു. അപ്പോൾ 8:30-9 മണീൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കിച്ചണിലത്തെ ജോലി കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ അടുക്കളയാണ് വൃത്തിയാക്കുന്നത്. അടുക്കള വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലേ. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ധൃതി വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാൻ കാരണം എനിക്ക് പുറത്ത് കുറച്ച് ജോലികളും കൂടെ ഉണ്ട്. കുറച്ച് ചെടികളുടെ അവിടെയൊക്കെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ആദ്യം വീടും കിച്ചണും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടും ബാക്കി കാര്യം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ സാധാരണ ദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളുണ്ടാവും, എല്ലാ ദിവസവും ഒരേപോലെ ചെയ്യുന്ന കാര്യങ്ങൾ. അതൊക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തുണികൾ അലക്കലും ഉണക്കലും പിന്നെ എനിക്ക് ലവ് ബേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പം കാണിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ 9 മണിക്ക് എല്ലാവരും പോയ ശേഷം ഞാൻ പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീട് ക്ലീൻ ചെയ്യാൻ നിൽക്കും. ഒരു ദിവസം അടിച്ചു വാരും, ഒരു ദിവസം തുടക്കും. അങ്ങനെയൊക്കെയാണ് പോകാറില്ല കേട്ടോ. പറ്റുന്ന പോലെ. അസുഖമൊക്കെ വരുന്ന സമയത്തൊന്നും ചെയ്യാറില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അവരെയും കൊണ്ടും ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ വീട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെടിച്ചട്ടി ഒന്ന് ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് പോട്ടിംഗ് മിക്സ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 5 ചെടി വാങ്ങിയിട്ടുണ്ട്. ഒരു രാജസ്ഥാനികൾ വിൽക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ 5 ചെടി 100 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. വാട്ടർ പ്ലാന്റ് എന്നാണ് ഒരു പേര് പറഞ്ഞത്. അതിൽ കുറേ പൂക്കളും ഒക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ അത് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് ഈ കാണുന്നതാണ് കേട്ടോ പൂക്കൾ. അപ്പോൾ ഓരോ കളറിൻ്റെ ചെടിയിലും അത് അവരിങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും വെച്ച് നോക്കട്ടെ, ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ വേറൊരു എപ്പിസോഡിൽ പറയുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ 5 ചട്ടിയിലും ഈ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ മണ്ണിലെ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞിട്ട് ലഞ്ചിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെജിറ്റേറിയൻ ലഞ്ചാണിത് എൻ്റെ. അപ്പോൾ തലേ ദിവസത്തെ ഒരു പരിപ്പ് കൂട്ടാനും കൂടെ അതിൽ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നെപ്പോലെ ചിപ്സ് കൂട്ടി ചോറ് കഴിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടൊരു കേക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ആ സമയത്താണ് കണ്ടോ നമ്മുടെ മുറ്റത്ത് 2 ദിവസമായിട്ട് ഈ ഒരു അതിഥി ഉണ്ട്. അതിന് സുഖമില്ലാന്ന് തോന്നുന്നു. വെള്ളം കൊടുത്തിട്ടും കുടിക്കണില്ല, ഫുഡ് കൊടുത്തിട്ടും കഴിക്കണില്ല. അപ്പോൾ കുറച്ച് സമയമൊക്കെ അതിൻ്റെ കൂടെ വന്നിട്ട് വീണ്ടും കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ബ്ലൂബെറി ചീസ് കേക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിന്നൊക്കെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 മുട്ടയും അതിലൊരു നുള്ളു ഉപ്പിട്ടു. പിന്നെ കുറച്ച് വെനില എസൻസ് ഒഴിച്ചു. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്, പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഇത് പൊടിക്കാത്തതാണ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ടത്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1 സ്പീഡിൽ തുടങ്ങി ലാസ്റ്റ് വരക്കും അങ്ങനെ നിർത്താതെ ബീറ്റ് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ഒരു റിബൺ കൺസിസ്റ്റൻസി ആയി വരണം. അപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ ബീറ്റർ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, വെറുതെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ മൈദയും അതിൽ മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു 2-3 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബീറ്റ് ചെയ്യരുത്, അങ്ങനെ അത് ശരിയാവില്ല, അപ്പോൾ സ്പഞ്ചായിട്ട് വരില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാട്ടോ. അതേപോലെ ഒരു 1/4 കപ്പിൽ കുറച്ച് മതി പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. കുറേ സമയമൊന്നും ബീറ്റ് ചെയ്യരുത്, അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇപ്പോൾ ഒരു വാനില സ്പഞ്ചാണിത്. ഇപ്പോൾ സ്പഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഓവനുള്ളവർക്ക് അതിൽ ചെയ്യാം. ഞാൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാനിതിൽ ബട്ടർ പേപ്പർ ഇങ്ങനെ ഹൈറ്റിൽ വെച്ചിരിക്കുന്നത് പുറത്തേക്ക് വരണ്ടാന്ന് വെച്ചിട്ടോ. ഇത്രയും ഹൈറ്റിലൊന്നും വെക്കണ്ട. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പീസ് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ നമുക്കിത് നന്നായി ടാപ്പ് ചെയ്തിട്ട് 160 ഡിഗ്രിയിൽ 35 to 40 മിനിറ്റ്സ് വെക്കാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൂബെറി ചീസ് കേക്ക് അല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ട് കുറച്ച് റോസൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ബ്ലൂബെറി കേക്കിൻ്റെ ക്രഷ് വേറെ കളറായതുകൊണ്ട് ഞാൻ പിന്നെ അത് റോസ് അതിൽ വെച്ചില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ആ ടിന്നിൽ നിന്ന് അത് മാറ്റിയേക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ഓവനിൽ വെച്ചിട്ട് ലാസ്റ്റത്തെ ഒരു 4 മിനിറ്റൊക്കെ ആയപ്പം കറണ്ട് പോയിട്ടോ. അപ്പോൾ കറണ്ട് പോയപ്പോൾ ഞാനതൊന്നും എടുത്തില്ല, അത് അങ്ങനെ തന്നെ വെച്ചു. അതുകൊണ്ടാണ് തോന്നുന്നു മുകളിൽ കുറച്ച് ആ ഒരു കുഴിയൊക്കെ വന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ കേക്കിനെ 3 പീസാക്കി വെച്ചിട്ടുണ്ട്, 3 ലെയറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ചീസും വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്യുക. ആദ്യം ഞാൻ വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തു. അതിലേക്ക് ഒരു 200 ഗ്രാം ക്രീം ചീസാണ് ചേർത്തത്. അപ്പോൾ ഇത്രയും കൂടുതലൊന്നും ഈ കേക്കിന് വേണ്ട. ഞാൻ പിന്നെ ബാക്കി വന്നത് ഫ്രീസറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ബീറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്ത് കുറച്ച് അധികമായിപ്പോയി, അതുകൊണ്ട് കുറച്ച് എയർ ബബിൾസൊക്കെ ഇങ്ങനെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്താൽ മതി. ഇത് ഞാനിപ്പോൾ സെയിലിന് വേണ്ടിയിട്ടൊന്നല്ലല്ലോ, നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതങ്ങനെ ഒരു റഫായിട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ കേക്കിൻ്റെ ഒരു പീസ് ഞാൻ അതിലേക്ക് വെച്ചു, 3 പീസിൽ. എന്നിട്ട് അത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര സിറപ്പ് അല്ല കേട്ടോ, അത് ഇതിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും പാലും മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് മിക്സാണ്, അതാണ് ഞാൻ അതിൽ ഒഴിച്ചത്. പിന്നെ അതിൻ്റെ മുകളിൽ ചീസും ക്രീമും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കേക്കിൽ ഞാൻ ഒരുപാട് ഷുഗറൊന്നുമില്ല. നമ്മൾ ആദ്യം ആ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചേർത്ത ഒരു പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഈ ക്രീമിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് ബ്ലൂബെറി ക്രഷാണ്. അത് വെച്ച ശേഷം അടുത്ത പീസ് മേലെ വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും ഇതേപോലെ ആ ഒരു മിൽക്ക് മിക്സ് ഇതിലൊഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ക്രീമും പിന്നെ അതേപോലെ കുറച്ച് ക്രഷ് തേച്ച് കൊടുക്കുക. പിന്നെ ഏറ്റവും മുകളിൽ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ പുറത്തും ഞാൻ ചീസ് ഫ്രോസ്റ്റിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ക്രം കോട്ടിംഗ് ഒന്നും ചെയ്യണില്ല, അതങ്ങനെ തേച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഏറ്റവും ആ കേക്കിൻ്റെ ഒരു മിഡിൽ ഭാഗത്ത് കുറച്ച് ബ്ലൂബെറി ക്രഷ് ഒരു സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് നമുക്കിതൊന്ന് ഇങ്ങനെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് അങ്ങനെ ഒന്ന് അതിൽ തേച്ച് കൊടുക്കാം. എങ്ങനെ പറയേണ്ട അറിയണില്ല, അങ്ങനെ ഒന്ന് അടിയിൽ ആ ഒരു ഡിസൈൻ വരുന്ന പോലെ ആക്കാം. എന്നിട്ട് ആ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാൻ മുകളിൽ ഇങ്ങനെ എഡ്ജൊന്നും ക്ലിയർ ആക്കാത്ത എന്താ വെച്ചാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തത് ബ്രഷ് പിന്നെ ഈ ബ്ലൂബെറി ക്രഷിൽ മുക്കിയിട്ട് ഒന്നിങ്ങനെ ലൈൻസ് പോലെ വരച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പിന്നെ വിപ്പിംഗ് ക്രീമില്ലേ, അത് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഒരു സൈഡിൽ, അതേപോലെ മറ്റേ സൈഡിൽ ഈ ക്രഷ് തന്നെ ഇങ്ങനെ ഡ്രോപ്പ് ആക്കി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബീറ്റ്സ് വെച്ചെടുത്തു. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ. ഇതിൽ ആർട്ടിഫിഷ്യൽ കളറും ഇല്ല, ഒരുപാട് ഷുഗറൊന്നുമില്ല. കുട്ടികൾക്ക് പോലും ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് കേട്ടോ, ഒരുപാട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് വൈകുന്നേരമാണ്. അപ്പോൾ ഇനി രാത്രിക്ക് ഞാൻ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കണില്ല, കാരണം പകൽ ഒരുപാട് ജോലികൾ ചെയ്തിരുന്നു. അപ്പോൾ രാത്രി ഫുഡ് ഓർഡർ ചെയ്തത് പിസ്സ ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു ലാർജ് പിസ്സ ഓർഡർ ചെയ്തപ്പോൾ ഒരു ചെറിയ പിസ്സ ഫ്രീ കിട്ടി കേട്ടോ. അപ്പോൾ ഡബിൾ ഹാപ്പിനെസ്സായി. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.